നമ്മൾ ഇനി നമ്മുടെ പാർട്ട് സിയിലെയായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു, വാട്ട് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പനീസ് ആസ് പെർ ദ കമ്പനീസ് ആക്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ടോട്ടലി 5 ക്ലാസിഫിക്കേഷനാണ്. അതിൻ്റെ കീഴിൽ എന്തൊക്കെ വരുന്നുള്ളൂ എന്ന് കണ്ടു. ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോസ്പെക്ടസ് ആണ്. വാട്ട് ഈസ് മെൻ ബൈ എ പ്രോസ്പെക്ടസ്? Prospectus is defined as a legal document describing a company's security that have been put on sale. ഓക്കെ, ഒരു ലീഗൽ ഡോക്യുമെൻറ്റാണ് നമ്മളുടെ കമ്പനിക്ക് എന്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട് എന്നൊക്കെ മെൻഷൻ ചെയ്യുന്ന ഒരു ലീഗൽ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. ആ ഒരു സെക്യൂരിറ്റീസ് നമ്മൾ എന്തിനായിരിക്കും വെച്ചിരിക്കുന്നത്? വിൽക്കാൻ വേണ്ടി വെക്കുന്ന സെക്യൂരിറ്റീസാണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഡോക്യുമെൻറ്റ് ഫോമിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് വെക്കുകയാണ്. ലീഗലി പ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിലാണെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് എ പ്രോസ്പെക്ടസ്. So a prospectus generally discloses a company's operation along with the purpose of securities being offered. ഇപ്പം നമ്മൾ എന്തിനായി സെക്യൂരിറ്റീസ് വിൽക്കുന്നത്, അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഓപ്പറേഷൻസ് എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും ഈ ഒരു പ്രോസ്പെക്ടസിൽ. നമുക്ക് പ്രോസ്പെക്ടസ് പല ടൈപ്പായിട്ട് കാണാറുണ്ട്. ടോട്ടലി 4 types of prospectus are seen. So first one is deemed prospectus, then abridged prospectus, red herring prospectus and shelf prospectus. അപ്പോൾ ആദ്യത്തെ നോക്കാം, what is deemed prospectus. So as per the section 25(1) of the Companies Act 2013, a document will be deemed to be a prospect if the company agrees to allow or offer securities to the public. ഇപ്പോൾ ഒരു കമ്പനി സെക്യൂരിറ്റീസ് ഒക്കെ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡോക്യുമെൻറ്റിനെ നമുക്ക് ഡീംഡ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. സെഷൻ 25(1) ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഡീംഡ് പ്രോസ്പെക്ടസ്. സെക്കൻഡ് വൺ ആണ് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ബ്രീഫ് summary of the prospect which includes all useful and materialistic information filed against the registry. അബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതൊരു ബ്രീഫ് സമ്മറിയാണ്. പ്രോസ്പെക്ടസിൻ്റെ ഒരു ബ്രീഫ് സമ്മറി ആയിട്ട് വെച്ചിരിക്കുക. അപ്പോൾ നമ്മൾ രജിസ്റ്ററിന് കൊടുക്കാൻ പോകുന്ന അല്ലെ ഫയൽ ചെയ്യുന്ന എന്തൊക്കെ യൂസ്ഫുൾ കമ്പോണൻസ് ആണ്, യൂസ്ഫുൾ കാര്യങ്ങളാണോ ഇൻക്ലൂഡ് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ആണോ വേണ്ടത്, അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പ്രോസ്പെക്ടസിനെ ഒരു ബ്രീഫ് സമ്മറി ആയിട്ട് വെക്കുന്നതിനെയാണ് നമ്മൾ അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. സോ as per the section 33(1) of the Companies Act 2013, an abridged prospectus must be included with the documents for the purchase of securities issued by the company. അപ്പം ഇതിനകത്ത് ഉണ്ടാവുന്നത് എന്താ, നമ്മുടെ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾ ഈ അബ്രിഡ്ജ് പ്രോസ്പെക്ടസിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ആണ് റെഡ് ഹെറിംഗ് prospectus. So it is a prospectus that is required to be filed before the register prior to the offer. നമ്മൾ വിൽക്കാൻ പോകുക അല്ലെങ്കിൽ പബ്ലിക് ഓഫറിംഗ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഒരു പ്രോസ്പെക്ടസ് ഫയൽ ചെയ്യണം രജിസ്റ്ററിലേക്ക്. അതിനെയാണ് നമ്മൾ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറയുക. സോ ഇറ്റ് ജനറലി ലാക്സ് ഇൻഫർമേഷൻ ദാറ്റ് ആസ് ദ പെർട്ടിക്കുലർ പ്രൈസ് ഓഫ് ക്വാണ്ടം ഓഫ് ദ സെക്യൂരിറ്റീസ് ബീങ് ഓഫേർഡ്. ഇപ്പോൾ എത്ര സെക്യൂരിറ്റിയാണ് വിൽക്കാൻ പോകുന്നത്, എത്ര പ്രൈസിനാണ്, ഫേസ് വാല്യൂ ഒന്നും അതിനകത്ത് മെൻഷൻഡ് ആയിരിക്കില്ല. അതാണ് റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ആൻഡ് ദ ഫോർത്ത് ടൈപ്പ് ഈസ് ഷെൽഫ് പ്രോസ്പെക്ടസ്. നാലാമത്തെയാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. സോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി, ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ മോർ ദാൻ 1 ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ നമ്മൾ ഷെൽഫ് എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി വെക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇതൊരു ബാങ്കോ അതുപോലെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ ഒന്നിലധികം സെക്യൂരിറ്റീസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോസ്പെക്ടസിനെ നമുക്ക് ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. സോ ടോട്ടലി ദർ ആർ 4 ക്ലാസിഫിക്കേഷൻ ഓഫ് 4 ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ്: ഡീംഡ്, അബ്രിഡ്ജ്, റെഡ് ഹെറിംഗ് ആൻഡ് ഷെൽഫ്. ചിലപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം പ്രോസ്പെക്ടസിൻ്റെ ടൈപ്സ്. അപ്പോൾ അതിനും നിങ്ങൾക്ക് ഇത് തന്നെ എഴുതാം. ഇനി പ്രോസ്പെക്ടസിൽ, ഒരു കമ്പനിയുടെ പ്രോസ്പെക്ടസിൽ എന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരിക്കണം, നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ അതൊരു ലീഗൽ ഡോക്യുമെൻ്റ് അല്ലേ, അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയായിരിക്കും? ഒന്ന്, നെയിം ഓഫ് ദ കമ്പനി ഉണ്ടായിരിക്കും, നമ്മുടെ കമ്പനിയുടെ പേര്. ദെൻ രജിസ്റ്റേർഡ് അഡ്രസ് ഓഫ് ദ കമ്പനി ഷുഡ് ബി ദർ. ദ ഒബ്ജക്ട്സ് ഓഫ് ദ കമ്പനി, ഫോർ വാട്ട് പർപ്പസ് ദ കമ്പനി ഈസ് വർക്കിംഗ്. ദെൻ ദ പർപ്പസ് ഓഫ് ദ ഇഷ്യൂ, നേച്ചർ ഓഫ് ബിസിനസ്, capital structure of the company, name and address of the signatory and number of shares subscribed by them. ഓരോ സിഗ്നറ്ററീസ് എത്ര ഷെയർസ് വാങ്ങി, എത്ര ഷെയർസാണ് അവരുടെ പേരിലുള്ളത്, അത് മെൻഷൻഡ് ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ ഷെയർസ് ഓഫ് ദ ഡയറക്ടേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ ഷെയർസ്. ദെൻ പെർട്ടിക്കുലേറ്റ്സ് ഓഫ് ഡിബഞ്ചേഴ്സ് ആൻഡ് റിഡീമബിൾ പ്രിഫറൻസ് ഷെയർസ്. ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും ഉണ്ടെങ്കിൽ അതിൻ്റെ പെർട്ടിക്കുലേറ്റ്സ്, അതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ്. ദെൻ റെമ്യൂണറേഷൻ ഓഫ് ദ ഡയറക്ടേഴ്സ് ആൻഡ് ദ പ്രൊമോട്ടേഴ്സ്, മിനിമം സബ്സ്ക്രിപ്ഷൻ ഫോർ ദ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ ഫേസ് വാല്യൂ ഉണ്ടാവില്ലേ, അത് എത്രയാണെന്ന് മെൻഷൻ ആയിരിക്കണം. ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂ, പബ്ലിക് ഓഫറിംഗ് ചെയ്ത ഫസ്റ്റ് ഡേറ്റും എന്ന് വരെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഉണ്ടാവണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ദ അണ്ടർ റൈറ്റർ, ഇതെല്ലാം അണ്ടർ റൈറ്റർ ആയിരിക്കും ഫയൽ ചെയ്യുന്നത്. സോ ഹിസ് ഡീറ്റെയിൽസ്.
ദെൻ അണ്ടർലൈറ്റിംഗ് കമ്മീഷൻ ആൻഡ് ദ ബ്രോക്കറേജ്, അവർക്കുണ്ടാകുന്ന ബ്രോക്കറേജ് കമ്മീഷൻ അത് മെൻഷൻഡ് ആയിരിക്കണം. നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ ഓഡിറ്റർ, കമ്പനി സെക്രട്ടറി, ബാങ്കർ ആൻഡ് ദ ട്രസ്റ്റി ഓഫ് എ കമ്പനി. ബാങ്കറും ട്രസ്റ്റിയുടെയും അതുപോലെ CS ഓഡിറ്റർ അങ്ങനെയുള്ളവരുടെയൊക്കെ നെയിം ആൻഡ് അഡ്രസ് ആവശ്യമുണ്ട്. പെർട്ടിക്കുലേഴ്സ് ഓഫ് ദ മെറ്റീരിയൽ ഡോക്യുമെൻറ്റ്, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് ഡിവിഡൻ ആൻഡ് ഓൾസോ ദ വോട്ടിംഗ് റൈറ്റ്സ്. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം നമ്മുടെ കമ്പനി പ്രോസ്പെക്ടസിൽ. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് കമ്പനിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ട് അല്ലേ, അതുകൊണ്ടാണ് ഇതൊരു ലീഗൽ ഡോക്യുമെൻ്റ് ആയിട്ട് വാല്യുബിൾ ആകുന്നത്. നമ്മൾ നോക്കിയത് വാട്ട് ഈസ് പ്രോസ്പെക്ടസ്, അതുപോലെ വാട്ട് ആർ ദി മേജർ കണ്ടൻസ് ഓഫ് പ്രോസ്പെക്ടസ് ആ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കണ്ടൻസ് ഉണ്ടാവണം. ഇനി ചിലപ്പോൾ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി പ്രോസ്പെക്ടസ് ഉണ്ടാവാം, ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതികൾക്ക് തെറ്റുണ്ടാവാം. സോ അതാണ് മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ്, എ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട് ഓർ എ ലോ ഇസ് കോൾഡ് misrepresentation. Okay, that is relied on by the other party in entering a contract. അപ്പം മിസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മിസ്റെപ്രസെൻറ്റേഷൻ തന്നെയാണ്. അപ്പോൾ വേറൊരാൾക്ക് ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാം ചില ഫാക്ടേഴ്സ്. ഇപ്പോൾ നെയിം ഓഫ് ദ കമ്പനിക്ക് വ്യത്യാസമോ രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ വ്യത്യാസമോ ഓഡിറ്ററിൻ്റെ ഫീസിൻ്റെ വ്യത്യാസമോ ഒക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ അതിനെയാണ് നമ്മൾ മിസ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ എന്ന് പറയാം. ഇപ്പോൾ ഈ മിസ്ലീഡിങ് റെപ്രസെൻറ്റേഷനിൽ വരുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് പ്രൊഡ്യൂസ് റോങ് ഇംപ്രഷൻ, ചില ആൾക്കാരിലേക്ക് റോങ് ഇംപ്രഷൻ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആവാം, മിസ്ലീഡിങ് ആവാം, കൺസീൽമെൻറ്റ് ഓഫ് ദ മെറ്റീരിയൽ ഫാക്ട്സ്, ചില കാര്യങ്ങൾ നമ്മൾ എല്ലാവരെയും അറിയിക്കേണ്ടതാവും, അതൊക്കെ ഒളിപ്പിച്ച് വെച്ച പോലെ കൺസീൽഡ് ആയിട്ടാണെങ്കിൽ. ദെൻ ഒമിഷൻ ഓഫ് സം ഓഫ് ദ ഫാക്ട്സ്, ചില ഫാക്ട്സ് ഒന്നും നമ്മൾ ഒളിപ്പിച്ച് അല്ലെങ്കിൽ ഒമിറ്റ് ചെയ്തിട്ടുണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം മിസ്റെപ്രസെൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുക അല്ലെങ്കിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ കോൺസിക്വൻസ് വരുന്നതെന്നാണ് നോക്കുന്നത്. ദ സിവിൽ ആൻഡ് ദ ക്രിമിനൽ ലയബിലിറ്റി ഷാൽ ബി ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹൂ പ്രൊവൈഡ്സ് വിത്ത് മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോസ്പെക്ട്. ക്രിമിനലും അതുപോലെ സിവിലായിട്ടുള്ള ലയബിലിറ്റീസിന് കാരണമാകും ഇങ്ങനെയുള്ള മിസ്റെപ്രസെൻറ്റേഷൻ. സിവിൽ ലയബിലിറ്റീസ് ലൈക്ക് ഇൻ കേസ് മിസ്ലീഡിംഗ് പ്രോസ്പെക്ടസ് അമൗണ്ട്സ് ടു മിസ്റെപ്രസെൻറ്റേഷൻ, ദ അഗ്രീഡ് പാർട്ടീസ് ക്യാൻ റെപ്യൂഡിയേറ്റ് ദ കോൺട്രാക്ട്, ദേ ക്യാൻ ക്ലെയിം എ റീഫണ്ട് ഓഫ് ദർ മണി, ഡാമേജസ് ക്യാൻ ഓൾസോ ബി ക്ലെയിംഡ് ബൈ ദ പേഴ്സൺ ഫൗണ്ട് ഗിൽറ്റി. ഇപ്പോൾ ഒരാൾ ചെയ്യുന്ന തെറ്റുകൊണ്ടാവാം, അല്ലെ അയാൾ എന്തെങ്കിലും കാര്യം ഒമിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അൺട്രൂ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. അതുകൊണ്ട് വേറെയുള്ള ആൾക്കാരെ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കമ്പനിയുടെ ഉള്ളിലുള്ളതും കമ്പനിയുടെ പുറത്തുള്ള ആൾക്കാരെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവർക്കൊക്കെ ഇതിന് അഗെയിൻസ്റ്റ് സിവിൽ കോർട്ടിൽ കേസ് കൊടുക്കാൻ പറ്റും. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് പൈസ കിട്ടണമെന്നോ റീഫണ്ട് ഓഫ് ദ എമൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ദ കോൺട്രാക്ട് ബ്രീച്ചോ റെപ്യൂട്ടേഷനോ ഒക്കെ സംഭവിക്കാം. കോൺട്രാക്ട് ചിലപ്പോൾ അതുകൊണ്ട് നിർത്താം. അതേപോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മുടെ ഗിൽറ്റി ആയിട്ടുള്ള ആളില്ലേ, ചെയ്ത് തെറ്റുണ്ടായ ആൾക്ക് എപ്പോഴും അതൊരു ഡാമേജിനൊക്കെ അയാൾ ക്ലെയിം കൊടുക്കേണ്ടി വരും. അതാണ് സിവിൽ ലയബിലിറ്റി. അതുപോലെ ക്രിമിനൽ ലയബിലിറ്റിയും ഫേസ് ചെയ്യേണ്ടി വരും മിസ്റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മിസ് സ്റ്റേറ്റ്മെൻറ്റ് കാരണം. ഇൻ കേസ് ഓഫ് എനി ഡെലിബറേറ്റ് കൺസീൽമെൻറ്റ് ഈസ് മെയിൻ, എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെങ്കിൽ ദ ഡയറക്ടേഴ്സ് വിൽ ബി പണിഷ് വിത്ത് എ ഫൈൻ ഓഫ് 5,000 ഓർ ഇംപ്രിസ്മെൻറ്റ് അപ് ടു 2 years ഓഫ് ബോത്ത്. ചിലപ്പോൾ 5,000 രൂപയുടെ ഫൈനോ അല്ലെങ്കിൽ 5,000 പ്ലസ് ഒരു 2 വർഷത്തിൻ്റെ ഇംപ്രിസൺമെൻറ്റും കൂടെ വരാം. ചിലപ്പോൾ അത് മാത്രമായിട്ട് വരാം. സോ ആർക്ക് ഡയറക്ടറിന്. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് എ ഫ്രോഡ് ദ ഫൈൻ വിൽ ബി അപ് ടു 10,000 ആൻഡ് 5 year ഇംപ്രസ്മെൻറ്റ്. പിന്നെ ഫ്രോഡായിട്ട് കൺസീൽമെൻറ്റ് അല്ലാതെ കുറച്ചുകൂടെ ഫ്രോഡ് ആക്ടിവിറ്റിയും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ 10,000 ഫൈനും അതുപോലെ 5 years ഓഫ് ഇംപ്രസ്മെൻറ്റും ചിലപ്പോൾ രണ്ടും കൂടെ ഒരു ഡയറക്ടർ ഫേസ് ചെയ്യേണ്ടി വരും. അതാണ് കോൺസിക്വൻസ് ഇൻ ദ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ പ്രോസ്പെക്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്ന കണ്ടൻസ് എല്ലാം കറക്റ്റായിട്ട് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ നമുക്ക് ക്രിമിനൽ ആസ് വെൽ ആസ് സിവിൽ ലയബിലിറ്റീസ് ഫേസ് ചെയ്യേണ്ടി വരും. സിവിൽ ലയബിലിറ്റീസ് ലൈക്ക് റെപ്യൂട്ടേഷൻ ഓഫ് ദ കോൺട്രാക്ട് അല്ലെങ്കിൽ റീഫണ്ട് ഓഫ് മണി, ദെൻ ഡാമേജസ് ക്ലെയിം ചെയ്യേണ്ടി വരും. ദെൻ ക്രിമിനൽ ലയബിലിറ്റി ആയിട്ടുള്ളത് എന്തൊക്കെയാണ്? ഫൈൻ എമൗണ്ട് ആയിരിക്കും. ഒരു ഡെലിബറേറ്റ് കൺസീൽമെൻ്റ് ആണെങ്കിൽ 5,000 ആൻഡ് ഇംപ്രിസ്മെൻറ്റ് ടു 2 years ഉണ്ടാവാം. ഇനി ഫ്രോഡ് ആണെങ്കിൽ 10,000 to 5 years ഇംപ്രസ്മെൻറ്റ് വരെ ഉണ്ടാകാം. അതാണ് ഇപ്പോൾ പ്രോസ്പെക്ടസിൻ്റെ കണ്ടൻസും അതുപോലെ മിസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോസ്പെക്ടസും. അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് ടോപ്പിക്കായിരുന്നു. ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രോസ്പെക്ടസ്. അപ്പോൾ ഹോപ്പ് ദാറ്റ് പേഴ്സൺ ഹാവ് ഗുഡ് ഇനഫ് ഐഡിയ അബൌട്ട് ദ ടോപ്പിക്. ഇനിയും എന്തെങ്കിലും പോർഷനിലെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ഞാൻ അതിൻ്റെ വീഡിയോസ് ഇടാം. ഓക്കെ. പിന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇതൊരു ക്വസ്റ്റ്യനും ആയിരുന്നു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ സിപാലിൽ കൊടുത്തിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ റിക്വസിറ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. ഒരു വാലിഡ് മീറ്റിങ്ങിന് എന്തൊക്കെ അത്യാവശ്യകത ഉണ്ട്, റിക്വസിറ്റ്സ് ഓർ റിക്വയർമെൻറ്റ് ഓർ എസെൻഷ്യൽസ് എന്നൊക്കെ ചോദിച്ചാൽ ദ ഫസ്റ്റ് വൺ ഇസ് ദ മീറ്റിംഗ് ഷുഡ് ബി കൺവേഡ് ബൈ പ്രോപ്പർ അതോറിറ്റി. ഒരു പ്രോപ്പർ അതോറിറ്റി ആയിരിക്കണം കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ മീറ്റിംഗ് ഒരു കമ്പനിയിൽ ഹോൾഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹയർ അതോറിറ്റീസ് ആയിരിക്കും ആ മീറ്റിംഗ് എപ്പോഴും ഹെൽഡ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോപ്പർ അതോറിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി കൺവേഡ് ബൈ എ പ്രോപ്പർ നോട്ടീസ് സെർവ്ഡ് in the prescribed manner on all person entitled to receive such notice. അപ്പോൾ നമുക്കിങ്ങനെ ഒരു നോട്ടീസ് കൊടുക്കും. നോട്ടീസ് എല്ലാ ഷെയർ ഹോൾഡേഴ്സും അറിഞ്ഞിരിക്കണം, എല്ലാ മെമ്പേഴ്സും അറിഞ്ഞിരിക്കണം. അവർക്ക് മെയിൽ വഴിയെങ്കിലും നമ്മൾ ഈ നോട്ടീസ് എത്തിച്ചിരിക്കണം. ഏത് ഫോമാറ്റിൽ വേണോ പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിൽ തന്നെ നമ്മൾ എത്തിക്കുക.
എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ മീറ്റിംഗ് അറേഞ്ചും ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാ മീറ്റിംഗ്സും എങ്ങനെയാണ് ഓൺലൈനാണ്, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള സൂമോ അല്ലെങ്കിൽ ടീംസോ മൈക്രോസോഫ്റ്റ് ടീംസോ ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള മീറ്റിംഗ്സ് നടത്തുക. ദെൻ ഇറ്റ് മസ്റ്റ് ബി കൺവീൻ ടു ട്രാൻസാക്ട് ലോഫുൾ ബിസിനസ് ആസ് പെർ ഇറ്റ്സ് അജണ്ട. ഇപ്പോൾ ഏതൊരു മീറ്റിങ്ങിനാണെങ്കിൽ ഒരു അജണ്ട ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതെപ്പോഴും എങ്ങനെയാണ് ട്രാൻസാക്ഷൻസ് എല്ലാം ലോഫുൾ ബിസിനസ്സിലൂടെ തന്നെയായിരിക്കണം കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് മസ്റ്റ് ബി പ്രിസ്ക്രൈബ് ബൈ പ്രോപ്പർലി ഇലക്റ്റഡ് ചെയർപേഴ്സൺ. ഇത് പ്രിസൈഡ് ചെയ്തതാണ് നമ്മുടെ ഈ ഒരു മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എപ്പോഴും അവിടുത്തെ ചെയർപേഴ്സൺ ആയിരിക്കും. ചെയർപേഴ്സണോ ചെയർമാൻ, അത് എലക്റ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സ് എല്ലാം കൂടി ചേർന്ന് എലക്ട് ചെയ്ത ഒരാൾ തന്നെ ആയിരിക്കണം. ദെൻ ഇറ്റ് മസ്റ്റ് ബി പ്രോപ്പർ കോറം ഉണ്ടായിരിക്കണം. കോറം മീൻസ് എ മിനിമം നമ്പർ ഓഫ് പേഴ്സൺ ടു ബി റിക്വയർഡ് ഫോർ എ മീറ്റിംഗ്. ഇപ്പോൾ 1 person കമ്പനി ആണെങ്കിൽ കോറം എന്നൊന്നുമില്ല, ഒരാളല്ലേ ഉള്ളൂ. അതല്ലാതെ ബാക്കി പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കമ്പനിക്കൊക്കെ കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാവുള്ളൂ. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി കണ്ടക്റ്റഡ് ബൈ ലോഫുൾ പ്രൊസീജിയർ. ഒരു പ്രൊസീജിയർ ഉണ്ടാവും. ഇപ്പോൾ ലോഫുൾ ബിസിനസ് പോലെ തന്നെ ലോഫുൾ പ്രൊസീജിയറിൽ തന്നെയായിരിക്കും ഇത്. എങ്ങനെയൊക്കെ ആയിരിക്കണം, ആദ്യം നമ്മൾ ഒരു മീറ്റിംഗ് പഴയ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് വായിച്ച് അതിൻ്റെ ഡിസിഷൻസൊക്കെ ആയോ എന്ന് നോക്കി അവസാനം നമ്മൾ മീറ്റിങ്ങിലേക്ക് പോയി അങ്ങനെയാണ് അജണ്ടയൊക്കെ ഡിസ്കസ് ചെയ്ത് ആ ഒരു പ്രൊസീജിയറിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. Then proper resolution must be passed for transacting business of the meeting. ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കണ്ടക്ട് ഓഫ് എ ബിസിനസ്സിന് വേണ്ടി നമ്മൾ മീറ്റിംഗ് നടത്തുന്നത്, അതിൻ്റെ തീരുമാനങ്ങൾ റെസൊല്യൂഷൻസ് എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ എടുത്തിരിക്കണം. മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ടും കൂടി ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും മീറ്റിംഗ് എൻഡ് ചെയ്യേണ്ടത്. ആൻഡ് ദ മിനിറ്റ് ഷുഡ് ബി പ്രോപ്പർലി റെക്കോർഡഡ്. എന്തൊക്കെ കാര്യങ്ങൾ സംസാരിച്ചു, ഇനി അടുത്ത മീറ്റിങ്ങിനുള്ളിൽ നമ്മൾ ഓരോരുത്തർ എന്തൊക്കെ ഡ്യൂട്ടീസൊക്കെ ചെയ്ത് തീർത്തിരിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് മിനിറ്റ്സ് എന്ന് പറയുക, ഒരു ഫോർമൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അത് പ്രോപ്പർലി ആയിട്ട് റെക്കോർഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് റിക്വസ്റ്റ്സ് ഓഫ് എ വാലിഡ് മീറ്റിംഗ്. അപ്പോൾ ചിലപ്പോൾ ഈ മിനിറ്റ്സ് നമ്മൾ ഒരു ലൈവ് റെക്കോർഡിംഗ് പോലെയും ചെയ്ത് വെക്കാറുണ്ട്, റെക്കോർഡ് സെഷൻ വിത്ത് വോയിസ് ആയിട്ട്, അതല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടും വെക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു വാലിഡ് മീറ്റിങ്ങിൻ്റെ മെയിൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ റിക്വസിറ്റ്സ് ആയിട്ട് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു LLP അഗ്രിമെൻറ്റ് ആൻഡ് വാട്ട് ആർ ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസ്അഡ്വാൻറ്റേജസ്. ഇപ്പോൾ LLP എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ലെക്ചർ തന്നെ ഇട്ടിട്ടുണ്ട്, ലോ റിലേറ്റിംഗ് ടു LLP. അപ്പോൾ ആ ഒരു ലെക്ചർ നിങ്ങൾ കണ്ടു നോക്കുക. ഇത് കുറച്ചുകൂടി സിംപ്ലറായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ചുരുക്കിയാണ് പറയുന്നത്. സോ LLP ഈസ് എൻ അഗ്രിമെൻറ്റ് LLP ഈസ് എ പാർട്ട്ണർഷിപ്പ്. ഇറ്റ് ഈസ് എൻ ആൾട്ടർനേറ്റ് കോർപ്പറേറ്റ് business form that gives the benefit of limited liability of a company and flexibility of a partnership. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പാർട്ട്ണർഷിപ്പിൻ്റെ കുറച്ച് ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ കമ്പനിയുടെ കുറച്ച് ലിമിറ്റഡ് ലയബിലിറ്റി രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഇപ്പോൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിട്ട് വരാറുണ്ട്. പാർട്ട്നേഴ്സിന് എത്ര അവരുടെ പ്രോപ്പർട്ടിയൊക്കെ വിറ്റിട്ട് വേണം ചിലപ്പോൾ കമ്പനിയുടെ കടം തീർക്കാൻ. പക്ഷേ ഈ LLP എന്ന കേസ് ആണെങ്കിലോ അങ്ങനെ ഒരു ആവശ്യമില്ല, നമുക്ക് ലിമിറ്റഡ് ലയബിലിറ്റി അല്ലേ ഉള്ളൂ, കമ്പനിയെ പോലെ തന്നെയായിരിക്കും. ദെൻ വൺ LLP അഗ്രിമെൻറ്റ് ഈസ് കംപ്ലീറ്റഡ്. ഇനി നമ്മുടെ LLP അഗ്രിമെൻറ്റ് എന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഈ ഒരു അഗ്രിമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പാർട്ട്നേഴ്സ് അതിൽ സൈൻ ചെയ്തിരിക്കണം വിത്ത് ഡേറ്റ് ഓഫ് ദ LLP അഗ്രിമെൻറ്റ്. എന്ന് LLP അഗ്രിമെൻറ്റ് ഇതാക്കിയോ ആ ദിവസം വെച്ചിട്ട് സൈൻ ചെയ്തിരിക്കണം. ആൻഡ് ഈച്ച് പാർട്ട്നേഴ്സ് സിഗ്നേച്ചർ ഷുഡ് ബി വിറ്റ്നസ് ബൈ ദ ഇൻഡിവിജ്വൽ അഡൾട്ട്. വേറൊരാൾ, ഒരു 18 വയസ്സിന് ഓവറായിട്ടുള്ള ഒരാൾ, ഈ LLP ആയിട്ട് ഒരു കണക്ഷനില്ലാത്ത ഒരാൾ അതിൻ്റെ മേലെ വിറ്റ്നസ് ചെയ്തിരിക്കണം. അതല്ലാതെ കൂടെയുള്ള പാർട്ട്നേഴ്സിന് വിറ്റ്നസ് ഒപ്പിടാൻ പറ്റത്തില്ല, പുറത്തുനിന്ന് ഒരാൾ. 5 പാർട്ട്നേഴ്സ് ഉണ്ട് LLPയിലെങ്കിൽ 5 ആൾക്കാർക്കും 5 വിറ്റ്നസ്സുകളുണ്ടാവണം, അല്ലെങ്കിൽ ഒരു വിറ്റ്നസ്സെങ്കിലും വേറെ ഉണ്ടാവണം. ആൻഡ് ദ പാർട്ട്നർ ഷുഡ് കീപ് കോപ്പീസ് ഓഫ് ദ LLP അഗ്രിമെൻറ്റ് ഫോർ ദെയർ റെക്കോർഡ്. അവരുടെ റെക്കോർഡിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു കോപ്പി ഓരോ പാർട്ട്നേഴ്സിന് കൊടുക്കും. സോ ദേ ഷുഡ് കീപ്പ് ഇറ്റ് വിത്ത് ദം. If the partners wish to retain any of the terms of the agreement, they should be sure to do so in writing. അപ്പം എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ അതും അവർക്ക് ഡിസ്കസ് ചെയ്ത് റൈറ്റിങ്ങിൽ മാറ്റാനും പറ്റും. അതാണ് LLP അഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. അഗ്രിമെൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ നമ്മുടെ LLP, എത്ര ഷെയർസിനാണ് ലിമിറ്റഡ് ആയിട്ട് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ എല്ലാ പാർട്ട്നേഴ്സും സൈൻ ചെയ്യുക. ആ ഓരോ സൈനിൻ്റെ താഴെ വിത്ത് ഡേറ്റ് ആയിരിക്കണം സൈൻ ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഒരു വിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഹി കാൺ ബി എനി ഓഫ് ദ പാർട്ട്നേഴ്സ് എമംഗ് ദം. ഇറ്റ് ഷുഡ് ബി ഔട്ട്സൈഡ് ദ LLP ആയിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളായിരിക്കണം, പക്ഷേ 18 വയസ്സ് കഴിഞ്ഞിരിക്കണം. പിന്നെ ഇതിൻ്റെ കോപ്പി എല്ലാ പാർട്ട്നേഴ്സും വയ്ക്കും അവരുടെ റെക്കോർഡിന് വേണ്ടി. ഇനി അവർക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് ഇൻ റൈറ്റിംഗ് ദേ ക്യാൻ ഡു. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് LLP അഗ്രിമെൻറ്റ്. ഇനി LLP എന്ന് പറയുന്നത് നല്ലതുമുണ്ട്, അതിന് കുറേ നല്ല വശങ്ങളുമുണ്ട് മോശവശങ്ങളും ഉണ്ട് പാർട്ട്ണർഷിപ്പിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പം മെയിൻ ഗുഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ, ആസ് മെനി ഓണേഴ്സ് ആസ് നീഡഡ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് തിങ് ഓഫ് LLP ഈസ് ദാറ്റ് ദർ ഇസ് നോ ലിമിറ്റ് ഓൺ ദ എമൗണ്ട് ഓഫ് ദ ഓണേഴ്സ് ദ ക്യാൻ ബി ഇൻവോൾവ് ഇൻ ദ ബിസിനസ്. പാർട്ട്ണർഷിപ്പിന് ഒരു ലിമിറ്റ് ഉണ്ടാവാം, 50, 500 അങ്ങനെയൊക്കെ ലിമിറ്റ് ഉണ്ട്, 200. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും പേർക്ക് പാർട്ട്ണറായിട്ട് വരാം. So this is great because it evenly spread out the amount of liability that each partner can have. If something went
ടു ഗോ റോങ് വിത്ത് ദ ബിസിനസ്സിന് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇത്രയും പേരുള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ദെൻ മച്ച് ലെസ് ലയബിലിറ്റി, ഓരോരുത്തർക്ക് കുറച്ച് ലയബിലിറ്റി ഉള്ളൂ. സിൻസ് ദർ ആർ മൾട്ടിപ്പിൾ ഓണേഴ്സ്, റിസ്ക് കുറവായിരിക്കും, എല്ലാവരിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ലീഗൽ ഇഷ്യൂസ് ആണെങ്കിലും കമ്പനിക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ല, കമ്പനിക്ക് വലിയ ഫിനാൻഷ്യൽ ക്രൈസിസ് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. ദെൻ ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ദാറ്റ് ഈസ് എ പാർട്ട്ണർഷിപ്പ് ഇറ്റ് സെൽഫ് ഡസൻ ഹാവ് ടു ഫയൽ ടാക്സ് ആസ് എ ബിസിനസ്സിന് ടാക്സ് അടയ്ക്കുന്ന രീതി കൊടുക്കേണ്ടി വരില്ല, വിച്ച് പ്രൊവൈഡ് ഗ്രേറ്റ് ബ്രേക്സ് ഫോർ ദ കമ്പനി. However, each individual partner must file a variety of different tax regarding the income ബിസിനസ്. ഇപ്പോൾ ബിസിനസ്സിന് ഒറ്റയ്ക്കായിട്ടല്ല, അതിൻ്റെ പാർട്ട്നേഴ്സ് മാത്രമായിട്ട് ടാക്സ് പേയ്മെൻറ്റ് നടത്തിയാൽ മതി, കമ്പനി മൊത്തത്തിൽ വേണ്ട. അപ്പോൾ അങ്ങനെയുള്ള ടാക്സ് ബെനിഫിറ്റുകളുണ്ട്. പിന്നെ ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഈച്ച് പാർട്ട്ണർ in the business has the ability to decide how much they want to contribute and how much of a partner they truly want to be in the business. ഇപ്പം അവർക്ക് ആക്റ്റീവായിട്ട് നിൽക്കണോ, എത്ര ഷെയർ കൊടുക്കണം, ഇതൊക്കെ അവർക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റും. അപ്പം എന്തായാലും ബിസിനസ് മീറ്റിങ്ങിൽ വന്നിരിക്കണം, കൺസൾട്ടേഷൻസിൽ വരണം, അങ്ങനെയൊന്നുമില്ല. ഇത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് LLPയിൽ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഒന്ന്, ഓണേഴ്സ് എത്ര വേണമെങ്കിലും പാർട്ട്നേഴ്സ് ആകാം, അതുകൊണ്ട് തന്നെ ലെസ് ലയബിലിറ്റി ആയിരിക്കും, ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ടാവും, ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റിയും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസോ, ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മോശവശങ്ങളാണ്. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്, നോട്ട് ഓൾ സ്റ്റേറ്റ്സ് ആർ ഓൺ ബോർഡ്. That is due to tax benefit and tricky working of the LLP, some states do not allow them to form or operate in this region. Another big problem is that many states do not recognize LLP as legal business. ഇത് എല്ലാ സ്റ്റേറ്റിലും പ്രാക്ടിക്കൽ അല്ല. പല സ്റ്റേറ്റുകളും LLP ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ആസ് എ പാർട്ട്ണർഷിപ്പ്. അതൊരു കേസാണ്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. സെക്കൻഡ്, അഡീഷണൽ ടാക്സ്. നമ്മൾ ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ടാകുമെങ്കിലും ചില അഡീഷണൽ ടാക്സ് ഉണ്ടാവും ഈ ഒരു LLPക്ക്, ബിക്കോസ് കുറേ സ്റ്റേറ്റുകൾ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരും. ദെൻ ലെസ് ബിസിനസ് ക്രെഡിബിലിറ്റി. ഇതിൽ ക്രെഡിബിലിറ്റി കുറവായിരിക്കും, ഇത്രയും ഓണേഴ്സ് ഉണ്ട് അല്ലേ. അതുപോലെ കൺസ്യൂമേഴ്സിനൊക്കെ പേടിയായിരിക്കും, അവരുടെ ലയബിലിറ്റി എല്ലാം പാർട്ട്നേഴ്സ് കേൾക്കണമെന്നില്ല, ലിമിറ്റഡ് ലയബിലിറ്റി അല്ലേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ബിസിനസ് ക്രെഡിബിലിറ്റി കുറവായിരിക്കും. ഇതൊക്കെയാണ് മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് LLP. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് പ്രോസ്പെക്ടസ് എന്താണെന്ന് പറഞ്ഞു, അതുപോലെ ഇറ്റ്സ് കോൺസിക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എ പ്രോസ്പെക്ടസ്, ടൈപ്സ് ഓഫ് പ്രോസ്പെക്ടസ്, പിന്നെ valid meeting in the requisites, LLP agreement and the advantages and disadvantages were discussed. ഇനി കുറച്ച് എക്സ്ട്രാ ടോപ്പിക്കുകൾ എന്നോട് ചോദിച്ചിരുന്ന കുറച്ച് ടോപ്പിക്സ് ഉണ്ടായിരുന്നു, അതും കൂടിയാണ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സോ അതും കൂടെ നമുക്ക് നോക്കാം. കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നായിരുന്നു, അപ്പോൾ ആ ഒരു ടോപ്പിക്കും കൂടെ കവർ ചെയ്യാം. ഓക്കെ, സോ കോർപ്പറേറ്റ് വെയിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഞാൻ ഈ ഒരു സബ്ജക്റ്റ് ആഡ് ചെയ്തിട്ടില്ല, കോർപ്പറേറ്റ് വെയിൽ, പക്ഷേ അത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ്, വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നിങ്ങൾ കേട്ട് പോവുക. എന്തെങ്കിലും കൊണ്ട് ആ ക്വസ്റ്റ്യൻ വന്നതാണെങ്കിൽ യു ക്യാൻ റൈറ്റ്. ഓക്കെ, സോ കോർപ്പറേറ്റ് വെയിൽ കൺസെപ്റ്റ് ഇസ് ദാറ്റ് സെപ്പറേറ്റ് ദ ആക്ഷൻസ് ഓഫ് എൻ ഓർഗനൈസേഷൻ ടു ദ ആക്ഷൻസ് ഓഫ് ദ ഷെയർ ഹോൾഡേഴ്സ്. ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഓർഗനൈസേഷൻ വേറെ, അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് വേറെ എന്നൊരു കൺസെപ്റ്റ് വരിക. ഇപ്പോൾ കമ്പനിയുടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് കേൾക്കാറുണ്ട്, കമ്പനിയും അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സും ഡിഫറെൻ്റ് ആണ്. ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ കോർപ്പറേറ്റ് വെയിലിൽ പറയുന്നത്. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് the shareholders from being liable for the company's action. കമ്പനി എന്ത് ആക്ഷൻ എടുത്താലും അതിന് ഷെയർ ഹോൾഡേഴ്സിന് അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആണ്. ആ ഒരു കൺസെപ്റ്റാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് ദ പ്രൊട്ടക്റ്റർ ഇസ് ഓൾവേസ് ഇൻ പ്ലേസ്. എ കോർട്ട് മേ ഓൾസോ ഡിറ്റർമിൻ വെദർ ദേ ഹോൾഡ് ഷെയർ ഹോൾഡേഴ്സ് റെസ്പോൺസിബിൾ ഫോർ കമ്പനീസ് ആക്ഷൻ ഓർ നോട്ട്. പക്ഷേ മൊത്തത്തിൽ കമ്പനിയെ വിട്ട് ഷെയർ ഹോൾഡേഴ്സ് നിൽക്കത്തില്ല. ചിലപ്പോൾ ചില കേസിൽ കോർട്ട് നോക്കും ഇതിലെന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കും ഈ ഒരു ലയബിലിറ്റി കൺസെപ്റ്റ് മാറ്റുന്നത്. ഇതിനെയാണ് കോർപ്പറേറ്റ് വെയിൽ എന്ന് പറയുക. സോ ചിലപ്പോൾ പിയേഴ്സിങ് ദ കോർപ്പറേറ്റ് വെയിൽ എന്നൊരു കൺസെപ്റ്റ് വരും. വാട്ട് ഈസ് കോൾഡ് എ പിയേഴ്സിങ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. പിയേഴ്സിങ്, തുളയ്ക്കുക എന്നൊരു കൺസെപ്റ്റാണ്. സോ ഇറ്റ് റെഫേഴ്സ് ടു സർക്കംസ്റ്റൻസ് ഇൻ വിച്ച് ദ കോർട്ട് സെറ്റ് aside limited liability and holds a company's investors or directors personally liable for the organization activities or the debt. ചില കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞു എപ്പോഴും പ്രൊട്ടക്ഷൻ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. കോർപ്പറേറ്റ് വെയിൽ കൊണ്ട് എപ്പോഴും ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ അഫയേഴ്സുമായിട്ട് വിട്ട് നിൽക്കത്തില്ല. ചില കേസിൽ കോടതി നോക്കുമ്പോൾ കോടതിക്ക് മനസ്സിലാവുകയാണ് ഇത് ശരിക്കും കമ്പനിയല്ല, ഇതിൻ്റെ ഡയറക്ടേഴ്സാണ് ഇതിന് തീരുമാനങ്ങൾ എടുത്തത്, അതുകൊണ്ടാണ് കമ്പനിക്ക് നഷ്ടം ഉണ്ടായതെന്ന് മനസ്സിലാക്കിയാൽ ആ കോർട്ട് റെസ്പോൺസിബിൾ ആക്കും ഈ ഷെയർ ഹോൾഡേഴ്സിനെ. ദേ വിൽ ബി റെസ്പോൺസിബിൾ ഓർ ദേ ഷുഡ് ബി ലയബിൾ ഫോർ ദ ഡെപ്റ്റ് ഓഫ് എ കമ്പനി. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ പിയേഴ്സിങ് ദ കോർപ്പറേറ്റ് വെയിൽ എന്ന്. കോർപ്പറേറ്റ് വെയിൽ ഒരു സേഫ് ഗാർഡ് പോലെ നിൽക്കുന്നത്, അതിനെ പിയേഴ്സ് ചെയ്ത് തുളയുണ്ടാക്കുകയാണ്. So corporate veil piercing is common in closed organization. While the laws vary from state to state,
Courts will generally abstain from piercing the corporate veil unless there have been signs of serious misconduct. കൂടുതലും നമ്മൾ പ്രശ്നങ്ങളാവില്ല, പക്ഷേ വലിയ രീതിയിലുള്ള ഫ്രോഡോ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് എടുത്തിരിക്കുന്നത് എങ്കിൽ അവിടെ ആയിരിക്കും ഈ ഒരു കോർപ്പറേറ്റ് വെയിൽ പിയേഴ്സിങ് ശരിക്കും നടക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ദ എക്സിസ്റ്റൻസ് ഓഫ് ഫ്രോഡ് ഓർ റോങ് ഡൂയിങ് ബൈ ടു ദ തേർഡ് പാർട്ടി. ഇപ്പോൾ നമ്മൾ മൂന്നാമതൊരാൾ ഒരു തേർഡ് പാർട്ടിക്ക് എതിരെ നമ്മൾ വലിയ രീതിയിലുള്ള ഫ്രോഡ് അല്ലെങ്കിൽ റോങ് ഡൂയിങ് ചെയ്യുകയാണ്. അങ്ങനെയുള്ള കേസിൽ പിയേഴ്സിങ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ ഉണ്ടാവാം. പിന്നെ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ ദ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റീസ് എമംഗ് ദ കമ്പനീസ്. ദാറ്റ് ഈസ് എ കോമൺ സീൻ that may cause some checking is whether there are several related companies acting under the umbrella of one company and the failure to maintain separate identities of a company. ചിലപ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, ഒരു കമ്പനിയുടെ കീഴിൽ പാരൻറ്റ് കമ്പനിയുടെ കീഴിലായിരിക്കും കുറേ കമ്പനികൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും അവരെല്ലാം സെപ്പറേറ്റ് ആണ്, പക്ഷെ നമ്മൾ ആ മെയിൻ പാരൻറ്റ് കമ്പനിയെ മാത്രമേ അറിയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ കോർപ്പറേറ്റ് വെയിലിന് പേസിങ് സംഭവിക്കാം. അപ്പോൾ ആ ഒരു കമ്പനി ചെയ്യുന്ന തെറ്റ് ഈ ഒരു പാരൻറ്റ് കമ്പനിയും റെസ്പോൺസിബിൾ ആകുന്നുണ്ട്. ഓക്കെ, അതാണ് വേറൊരു കേസ് പിയേഴ്സിങ് ദ കോർപ്പറേറ്റ് വെയിലിന്. ദെൻ ഫെയിലിയർ ടു മെയിൻറ്റെയിൻ സെപ്പറേറ്റ് ഐഡൻറ്റിറ്റീസ് ഓഫ് എ കമ്പനി ഫ്രം വിത്ത് ഇറ്റ്സ് ഓണേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ചിലയിടത്ത് നമ്മൾ കമ്പനിയും ഷെയർ ഹോൾഡേഴ്സും ഓണേഴ്സും ഒക്കെ ഒരുപോലെ ആണ്. ചിലപ്പോൾ കമ്പനിയുടെ അസറ്റെല്ലാം അവർ യൂസ് ചെയ്യുന്നുണ്ട്, അവരുടെ അസറ്റ് കമ്പനി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളൊരു കമ്പനി ആണെങ്കിൽ അവിടെ കോർപ്പറേറ്റ് വെയിൽ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല, അവിടെ പിയേഴ്സിങ് ദ കോർപ്പറേറ്റ് വെയിൽ ആക്റ്റീവ് ആയിരിക്കും. ദെൻ ഇൻഡയറക്ട്ലി ക്യാപിറ്റലൈസ് ദ കമ്പനി. ഇൻഎഡ്യൂക്കേറ്റ്ലി ക്യാപിറ്റലൈസ്ഡ് ആയിട്ടുള്ളൊരു കമ്പനി ആണെങ്കിൽ എന്നുവെച്ചാൽ അവർക്കൊരു ക്വാണ്ടം ഓഫ് അസറ്റ്സ് ഒന്നും വ്യത്യസ്തമായിട്ടില്ല, എല്ലാം ഷെയർ ഹോൾഡേഴ്സിൻ്റെ തന്നെയാണ്. അങ്ങനെയുള്ള കേസിലും കമ്പനിയുടെ എല്ലാ ഫ്രോഡിനും എല്ലാ ഡെപ്റ്റിനും കാരണം ആരായിരിക്കും? അതിൻ്റെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. സോ ദേ വിൽ ബി ലയബിൾ. ദെൻ നോട്ട് അക്കോർഡൻസ് വിത്ത് ദ കോർപ്പറേറ്റ് ഫോർമാലിറ്റീസ്. പിന്നെ കോർപ്പറേറ്റ് എന്ന് പറയുമ്പോൾ കമ്പനി എന്ന് പറഞ്ഞാൽ കുറേ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യണം. ആ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഫോളോ ചെയ്യാത്ത ഒരു കമ്പനിയാണ്. ഓണേഴ്സിൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടി തന്നെയാണ് കമ്പനി യൂസ് ചെയ്യുന്നത്, കമ്പനീൻ്റെ പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ഓണേഴ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ കമ്പനിയുടെ സാലൻ ഫീച്ചറായിട്ട് പറഞ്ഞ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയോ കോമൺ സീലോ അങ്ങനെ ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യാത്തൊരു സ്ഥലമാണെങ്കിൽ അവിടെ എന്താ ഈ കോർപ്പറേറ്റ് വെയിൽ നിലനിൽപ്പില്ല, അവിടെയും പിയേഴ്സിങ് ഓഫ് കോർപ്പറേറ്റ് വെയിലാരും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അബൌട്ട് കോർപ്പറേറ്റ് വെയിൽ. നമ്മൾ കോർപ്പറേറ്റ് വെയിൽ പറഞ്ഞു. സോ വാട്ട് ഇസ് കോർപ്പറേറ്റ് വെയിൽ ആൻഡ് വാട്ട് ഇസ് ദ പിയേഴ്സിങ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. ഓക്കെ, ഇനി ഒരു 2 ടോപ്പിക്കും കൂടിയാണ് എന്നോട് ചോദിച്ചിരുന്നത്. വാട്ട് ആർ ദ ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ ആൻഡ് വാട്ട് ആർ ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ, അതേപോലെ AOA. അപ്പോൾ നമുക്ക് ക്വാളിഫിക്കേഷൻ ഓഫ് ഡയറക്ടർ പറയാം. ഒരു കമ്പനിയുടെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ അയാൾ എന്തൊക്കെ ക്വാളിഫൈഡ് ആയിരിക്കണം? ബേസിക് ക്വാളിഫിക്കേഷൻ, മിനിമം ക്വാളിഫിക്കേഷനാണ് നമ്മളിവിടെ പറയുന്നത്. ഹീ ഷാൽ ബി അറ്റ്ലീസ്റ്റ് 25 years of age അറ്റ് ദ ടൈം ഓഫ് ഹിസ് സെലക്ഷൻ ഓർ അപ്പോയിൻമെൻറ്റ്. ഒരാൾക്ക് 25 വയസ്സെങ്കിലും ആയാലും അയാൾ ഡയറക്ടർ ആക്കാൻ പറ്റുള്ളൂ അപ്പോയിൻമെൻറ്റ് സമയത്ത്. Then he shall be at least a college graduate or have at least 5 years of experience in the business. ബിസിനസ്സിൽ ഒരു 5 year എക്സ്പീരിയൻസോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോളേജ് ഗ്രാജുവേറ്റ് ഒരു ഡിഗ്രി എങ്കിലും കഴിഞ്ഞ ആളായിരിക്കണം. Then he must have attended a സ്പെഷ്യൽ സെമിനാർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. BOD ആയിട്ടുള്ളൊരു സ്പെഷ്യൽ സെമിനാറെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. ഹി മസ്റ്റ് ബി ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഫോർ ദ പൊസിഷൻ ഓഫ് ഡയറക്ടർ ഓഫ് എ ബാങ്ക്, ക്വാസി ബാങ്ക് ഓർ എ ട്രസ്റ്റ് യൂണിറ്റ്. അതിനുള്ളൊരു ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതിനെപ്പറ്റിയൊക്കെ കാര്യങ്ങളൊക്കെ ഒരു ധാരണയുള്ളവരായിരിക്കണം. Then in determining whether a person is fit and proper for the position of a director, following matters are to be considered. ഇപ്പോൾ നമ്മളിവിടെ 4ാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഫിറ്റ് ആൻഡ് പ്രോപ്പർ ഫോർ ബീയിങ് എ ഡയറക്ടർ എന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഫിറ്റ് ആൻഡ് പ്രോപ്പർ ആവുന്നത്? ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടാവുന്ന ഒരാളാവണം, കോമ്പിറ്റൻസ്, എഡ്യൂക്കേഷൻ, ഡെലിഗൻസ്, എക്സ്പീരിയൻസ് ഓർ ട്രെയിനിങ്, ഇതൊക്കെ ഉണ്ടാവുന്ന ഒരാളെ നമുക്ക് ഡയറക്ടറായിട്ടാക്കാം. അപ്പോൾ ഒരു 25 years വേണം, പിന്നെ ഡിഗ്രി ഉണ്ടായിരിക്കണം, 5 year എക്സ്പീരിയൻസ് ഇൻ ബിസിനസ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സുമായിട്ടുള്ളൊരു മീറ്റിങ്ങിന് അല്ലെങ്കിൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ ഹീ ഷുഡ് ബി ഫിറ്റ്, ലൈക്ക് ഹീ ഷുഡ് ഹാവ് എഡ്യൂക്കേഷൻ, കോമ്പിറ്റൻസ്, ഡെലിഗൻറ്റ്, എക്സ്പീരിയൻസ്, ട്രെയിനിങ്, ഇൻറ്റഗ്രിറ്റി എക്സെട്ര. ഇങ്ങനെയുള്ള ഒരാളെ നമുക്ക് ഡയറക്ടർ ആക്കാം. സോ ദിസ് ആർ ബേസിക് റിക്വയർമെൻറ്റ് ഓഫ് എ ഡയറക്ടർ. ദ ഫോർഗോയിങ് ക്വാളിഫിക്കേഷൻ ഫോർ ഡയറക്ടർ ഷാൽ ബി ഇൻ അഡീഷൻ ടു ദോസ് റിക്വയർഡ് ആൻഡ് പ്രിസ്ക്രൈബ് അണ്ടർ RA number 8791 and other ആപ്ലിക്കബിൾ ലോസ് ആൻഡ് റെഗുലേഷൻ. ഈ കമ്പനി ആക്റ്റിൽ തന്നെ കുറേ ലോസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു കാര്യങ്ങളും ഇത്രയും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ ക്വാളിഫിക്കേഷനിൽ. ഇനി ഇങ്ങനെ ഒരു ഡയറക്ടറിനെ എപ്പോഴും ഡിസ്ക്വാളിഫൈഡ് ആകാം. ഒരാൾ ഡയറക്ടർ ആകാൻ ക്വാളിഫൈഡ് അല്ല എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ഇഫ് ഹി ആസ് ഹാവിങ് എ അൺസൗണ്ട് മൈൻഡ്, ഒരു സ്ഥിരതയില്ലാത്ത മനസ്സുള്ള ആളാണ്, എന്തെങ്കിലും മെൻ്റൽ ഇഷ്യൂസ് ഉള്ള ഒരാളാണെങ്കിൽ ഹി കാൺ ബി എ ഡയറക്ടർ. ആൻഡ് അൺഡിസ്ചാർജ് ഇൻസോൾവെൻറ്റ്, പാപ്പറായിട്ടുള്ള ഒരാൾ, അയാൾ ഒരിക്കലും നമ്മൾ ഡയറക്ടർ ആവില്ല. ദെൻ എ പേഴ്സൺ ഹു ഈസ് കൺവിക്റ്റഡ് ബൈ ദ ലോ, കോർട്ട് ഒരു കുറ്റവാളിയാക്കിയ ഒരാളെ ഒരിക്കലും നമുക്ക് ഡയറക്ടർ ആക്കാൻ പറ്റില്ല. ദെൻ ഹു ഹാസ് അപ്ലൈഡ് ഫോർ ബീയിങ് എൻ
അഡ്ജൾട്ട് ഇൻസോൾവൻ്റ് ആണെന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ചില പേരുണ്ടാവും. പാപ്പരസിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും, കടങ്ങളൊന്നും അടയ്ക്കാതിരിക്കാൻ വേണ്ടി. എൻ്റെ പേരിലൊന്നും പൈസയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല, എൻ്റെ പേരിൽ ഒരു സ്വത്ത് വകകളും ഇല്ല എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പാപ്പരസി ഡിക്ലെയർ ചെയ്യാൻ നോക്കും. അപ്പോൾ കോടതിയിൽ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാളെ ഒരിക്കലും നമുക്ക് ഡയറക്ടറാക്കാൻ പറ്റില്ല. ഹു ഹാസ് അപ്ലൈഡ് ഫോർ ബീയിങ് എ അഡ്ജൾട്ട് സോൾവെൻറ്റ്. ദെൻ നോട്ട് പെയ്ഡ് ഫോർ ദ കോൾ ഓൺ ഷെയർസ്. ഇപ്പം ഷെയർസ് തിരിച്ച് പിടിക്കും നമ്മൾ. നമ്മുടെ മാർക്കറ്റിൽ ഒരു റിച്ച് നമുക്ക് പൈസ ഉണ്ടാകുന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ തിരിച്ച് കോൾ ഓൺ ചെയ്യും. ആ കോൾ ഓൺ ചെയ്യുമ്പോൾ പൈസ അടയ്ക്കാത്ത ഒരാളാണെങ്കിൽ ഹി കാൻ ബി എ ഡയറക്ടർ. ദെൻ പേഴ്സൺ ഹു ഹാവ് ഓൾറെഡി ഡയറക്ടേഴ്സ് ഓഫ് എ മാക്സിമം നമ്പർ ഓഫ് കമ്പനീസ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് ദ ആക്ട്. പണ്ട് പല കമ്പനികളിൽ ഡയറക്ടേഴ്സ് ആയിരുന്ന ഒരാളാണ്. അപ്പോൾ ലോയിൽ പറയുന്നുണ്ട് ഇത്രയും പ്രാവശ്യമൊക്കെ ആകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞാൽ ഹി കാൻ ബി. ദെൻ എനി അതർ പേഴ്സൺ ഹു ഹാവ് ബി ഡിസ്ക്വാളിഫൈഡ് ബൈ ദ കോർട്ട് ഫോർ എനി അതർ റീസൺ. കോടതിയിൽ എന്തെങ്കിലും കുറ്റം, അയാളുടെ എന്തെങ്കിലും ക്രിമിനൽ കേസോ സിവിൽ കേസോ ഒക്കെ ഉണ്ടെങ്കിൽ ഹി കാൻ ബി എ ഡയറക്ടർ. സോ ദീസ് ആർ ദ മേജർ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ ഡയറക്ടർ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചതാണ് AOA, ദാറ്റ് ഈസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ അതിൻ്റെ കണ്ടൻസ് നമ്മൾ നോക്കിയിരുന്നു. അപ്പോൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് ദാറ്റ് ഡിഫൈൻസ് ദ പർപ്പസ് ഓഫ് എ കമ്പനി ആൻഡ് സ്പെസിഫൈ ദ റെഗുലേഷൻസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. നമ്മുടെ കമ്പനിയുടെ പർപ്പസ് മെൻഷൻ ചെയ്യുന്നതിനെയാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ പറയുന്നത്. സോ ദിസ് ഇസ് കൺസിഡർ ആസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് എന്താ? നമ്മുടെ ഇന്ത്യയെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. അതേപോലെ കമ്പനിയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് AOA. And it outlines the rules and regulations that a company should work with its internal affairs. കമ്പനിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതെല്ലാം മെൻഷൻ ചെയ്തിരിക്കുന്നത്. ആ കമ്പനിയുടെ പർപ്പസ് എന്താ, ഇതൊക്കെ മെൻഷൻ ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ AOA എന്ന് പറയും. സോ ജനറലി ദ articles of association are considered a user manual for an organization that state the purpose of the organization and a strategy to accomplish its short term and long term goals. കമ്പനിക്ക് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ഗോൾസ് ഉണ്ടാവും, മിഷനും വിഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ, ആ കമ്പനിയുടെ ഓരോ എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നൊരു മാനുവൽ പോലെ ആക്ട് ചെയ്യാറുണ്ട് ദിസ് AOA. And it may include the company legal name, address, purpose, equity capital, organization of a company, then financial provision and provision regarding the shareholders meeting. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ പേര്, അഡ്രസ്സ്, എന്തിനാണ്, ഇക്വിറ്റി ഷെയർസ് ഉണ്ടെങ്കിൽ, ദെൻ ഫിനാൻഷ്യൽ പ്രൊവിഷൻ റിഗാർഡിംഗ് ദ ഷെയർഹോൾഡേഴ്സ് മീറ്റിംഗ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം AOA-യിൽ. And articles of association often identify the manner in which a company will issue shares, pay dividends, audit financial records, and provide voting rights. This set of rules can be considered user manual for the company. ഓക്കെ, അപ്പം ഓരോ ദിവസത്തെ ആക്ടിവിറ്റി എങ്ങനെ പോകണം, അതുപോലെ എങ്ങനെ ഷെയർസ് വിൽക്കണം, എങ്ങനെ ഡിവിഡൻസ് നമ്മൾ കൊടുക്കണം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വോട്ടിംഗ് റൈറ്റ് എത്രയൊക്കെ ഉണ്ട് നമ്മുടെ മെമ്പേഴ്സിന്, ഇതൊക്കെ മെൻഷൻഡ് ആയിരിക്കണം AOA-യിൽ. അപ്പോൾ ഇതിലുള്ള മേജർ കമ്പണൻസ് ആണ് പ്രൊവിഷൻസ് ഓൺ ദ കമ്പനി നെയിം, purpose of a company, the share capital of the company, organization of the company, and the provision of the shareholders meeting. ഇത്രയാണ് ഒരു AOA-യിൽ ഉണ്ടാവേണ്ട കണ്ടൻസ്. അപ്പോൾ MOA-യിൽ എന്തൊക്കെ കണ്ടൻസ് വേണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇപ്പോൾ AOA-യുടെ കണ്ടൻസും പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്നോട് ചോദിച്ച കുറച്ച് ടോപ്പിക്സ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. സോ ഐ ക്യാൻ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. ഞാൻ അതിൻ്റെ ക്ലാസ്സുകൾ ഇട്ട് തരാം. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ ദി എക്സാം ആൻഡ് ഡു വെൽ, ആൻഡ് താങ്ക് യു all for listening to till the end, and thank you.